നമസ്കാരം, റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം. അൻവർ MLA പുറത്താക്കി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയായി പ്രവർത്തിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറെ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായ വാർത്താ മാധ്യമങ്ങളും പ്രചാരണം നടത്തി വരികയാണ്. അവരുടെയൊക്കെ വക്കാലത്തേറ്റുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ PV അൻവർ എന്നാണ് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഇനി ജന്മം ചെയ്താൽ CPM എന്ന പാർട്ടിക്ക് PV അൻവറുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ലെന്നും CPM-നെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. LDF-യുമായുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് അൻവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പാർട്ടി അംഗത്വം വേണമെന്നില്ല. KT ജലീലിലും അംഗത്വമില്ല. പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം ഉപേക്ഷിച്ചപ്പോൾ തന്നെ അൻവറുമായുള്ള എല്ലാ ബന്ധവും CPM ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നിലവിൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ തന്നെ മറ്റൊന്നും ഇതിൽ ആവശ്യവുമില്ല. അൻവർ ഇപ്പോൾ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായ സ്ഥിതിയാണുള്ളത്. അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായ ധാരണയില്ലെന്ന് വ്യക്തമാണ്. അൻവർ കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. K. കരുണാകരൻ DIC രൂപീകരിച്ചപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. DIC കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം തിരിച്ചു പോയില്ല. സാധാരണ പാർട്ടിക്കാരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. എന്നാൽ പ്രവർത്തനം അങ്ങനെയല്ലെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തെളിയിക്കുന്നുവെന്നും കോൺഗ്രസിനൊപ്പമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു MLA പോലും ആകാനായിട്ടില്ല. എന്നാൽ വർഗ ഭൂജന പ്രസ്ഥാനത്തിലോ അതിന്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. CPM-ന്റെ പാർലമെന്ററി അംഗം എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. CPM-ന്റെ രാഷ്ട്രീയമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംഘടനാ രീതികളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടാകാൻ വഴിയില്ലെന്നും എല്ലാവരുടെയും പരാതികളും ആവലാതികളും പരിശോധിക്കുക എന്നത് പാർട്ടിയുടെ നയമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റിയാസിനെ പ്രകീർത്തിച്ച് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. DYFI അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നപ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയും ആക്ഷേപം ഉയർത്തി. മുഖ്യമന്ത്രിമാർക്കെതിരെ ആക്ഷേപം ഉയരുന്നത് ആദ്യമല്ല. EMS മുതൽ VS വരെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ ആക്ഷേപം വന്നു. എന്നാൽ ഇങ്ങനെയുള്ള ആക്ഷേപം വരാതിരുന്നാലാണ് അത്ഭുതമെന്നും ഒറ്റയ്ക്കല്ല കൂട്ടായാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും ചില്ലിക്കമ്പാണെങ്കിൽ ചവിട്ടിയമർത്താം, അതൊരു കെട്ടാണെങ്കിൽ എളുപ്പമാകില്ല, അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുമാണ് MV ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.